കോഴിക്കോട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. ആനയും പുലിയും കുരങ്ങും പാമ്പുമെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. കൃഷി ചെയ്ത് ജീവിക്കാനോ വൈകുന്നേരമായാലൊന്ന് വീടിന് പുറത്തേക്കിറങ്ങാനോ കഴിയാതെ ഉള്ളതെല്ലാം വിറ്റ് നാടുവിട്ടു പോവുകയാണ് പലരും. സംസ്ഥാനത്തെ മിക്ക പഞ്ചായത്തുകളിലും വിഭജനത്തിൽ വാർഡുകളുടെ എണ്ണം കൂടിയപ്പോൾ കോടഞ്ചേരി പഞ്ചായത്തിൽ അതുണ്ടായില്ല. ഇതും വന്യമൃഗശല്യവും തമ്മിൽ എന്താണെന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട്. വന്യമൃഗങ്ങളെ പേടിച്ച് നാടുവിടുകയാണ് ഒരു ജനത. കോടഞ്ചേരി പഞ്ചായത്തിലെ 7-ാം വാർഡ് കൂരോട്ടുപാറയിൽ പുതുക്കാട്ടിൽ ഗ്രേസിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ വീട്ടിലിപ്പോൾ ആൾതാമസമില്ല. ഗ്രേസിയും മക്കളും 6 മാസം മുൻപ് വീടൊഴിഞ്ഞുപോയി. കാരണം മറ്റൊന്നുമല്ല, ആനയുടെയും പുലിയുടെയും ഒക്കെ ശല്യം സഹിക്കവയ്യാതെ പേടിച്ച് വീടൊഴിഞ്ഞുപോയ ഒരു കൂട്ടം മനുഷ്യർ. പൊന്നടത്ത് കണ്ടിയിൽ ശങ്കരനും കിഴക്കുംകര തങ്കച്ചനും പാലത്തടത്തിൽ അനിലും പുരയിടത്തിൽ ബിജുവുമെല്ലാം ഇത്തരത്തിൽ വീടുപേക്ഷിച്ച് പോയവരാണ്. കാട്ടുമൃഗപ്പേടിയിൽ ജനിച്ച നാട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവർ. ഇപ്പോൾ ജനസംഖ്യ തന്നെ ഇവിടെ കുറവാണ്. അതുപോലെ തന്നെ വീടുകളെ കണ്ടമാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതിന് സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ താഴോട്ട് പോയിട്ട് സ്ഥലം വിറ്റിട്ട് 5 സെന്റൊക്കെ താഴെ വാങ്ങി. കൂരോട്ടുപാറ കലേഷിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് 3 പട്ടികളെ ഇക്കഴിഞ്ഞ ദിവസം പുലി പിടിച്ചു. രാത്രിയും പകലുമെന്നില്ലാത്ത ഭീതിയിൽ കഴിയുന്നു വീട്ടുകാർ. ഒന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാവോ മോളെ? ഒത്തിരി ദിവസങ്ങളായി ഈ സംഭവം അറിഞ്ഞാൽ പിന്നെ ശരിക്കും ഉറങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് ഒന്ന് പുറത്തിറങ്ങി മൂത്രമൊഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിപ്പോയി. ഞങ്ങൾ എത്തുമ്പോൾ പുലിയെ പിടിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുമായി എത്തിയെങ്കിലും നാട്ടുകാർക്ക് വകുപ്പിനെതിരെ നിരവധി പരാതികൾ ബാക്കിയാണ്. ഇവിടെ തക്കതായ ഒരു പരിഹാരമാർഗം ആരും സ്വീകരിക്കുന്നില്ല. വനം വകുപ്പാണെങ്കിൽ പോലും വരുന്ന സമയത്ത് വരുന്നു, നാട്ടുകാർക്ക് 4 പടക്കം കൊടുക്കുന്നു, അത് പൊട്ടിക്കുന്നു, അവർ പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ല. സാധാരണ പുലർച്ചെ 4:30 എഴുന്നേറ്റാണ് റബ്ബർ ടാപ്പിങ്ങിന് പോയിരുന്നത്. വന്യമൃഗങ്ങളെ പേടിച്ച് തൊമ്മിക്കാട്ടിൽ മോനി ടാപ്പിംഗ് പകൽ സമയത്താക്കി. വീട്ടുപറമ്പിൽ അല്പം കപ്പയിട്ടാൽ അതിനു പോലുമില്ല രക്ഷ. ഇത് പന്നി ഇന്നലെ രാത്രി വന്നിട്ട് കളഞ്ഞതാ. ഇത്ര നാളെ ഈ ലൈറ്റ് പോസ്റ്റൽ ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ലൈറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഇന്നലെ രാത്രി വന്ന് കളഞ്ഞതാണ് ഈ കപ്പ. ഇതെല്ലാം കപ്പയിടാനും പറ്റത്തില്ല. ഒരു സാധനം കപ്പയോ ചേമ്പോ ഒരു സാധനം നമുക്ക് നട്ട് കഴിക്കാൻ പറ്റുന്നില്ല. എല്ലാം പറിച്ചു കളയാം. മരുതിലാവും ചിപ്പിലിത്തോടുമെല്ലാം ചെറിയ അങ്ങാടികളാണ്. എന്നാൽ 7 മണിക്ക് ശേഷം ഒരൊറ്റ കടയും തുറക്കില്ല. ആനയെ പേടിച്ച് നേരത്തെ വീട്ടിലേക്ക് മടങ്ങും. വനം വകുപ്പിൽ താൽക്കാലിക വാച്ചറായിരുന്ന കുറ്റൻതൊടിക കൃഷ്ണൻകുട്ടിയുടെ 3 കൈവിരലുകൾ ആനയെ ഓടിക്കാൻ പടക്കം പൊട്ടിക്കുന്നതിനിടെ അറ്റുപോയി. നഷ്ടപരിഹാരം കിട്ടിയില്ല. ഒരു പണിക്കും പോകാനും പറ്റുന്നില്ല. ഇത് ആനനെ ഓടിക്കാൻ പോയത് കുണ്ടുപൊട്ടിച്ച കയ്യിൽ നിന്ന് പൊട്ടിയപ്പോൾ പോയതാ. ഇതുവരെ നമുക്കൊരു ഇതും തന്നിട്ടില്ല ആരും. പക്ഷെ നമ്മളെ വീട്ടിൽ നമുക്ക് താമസിക്കാനൊരു സൗകര്യം വേണ്ടേ. രാത്രി ഒന്ന് മൂത്രമൊഴിക്കാൻ വരെ പുറത്തിറങ്ങാൻ പറ്റൂല. ആനയും കടുവയും പുലിയും പാമ്പും കുരങ്ങും മാനും വനാതിർത്തി ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ സ്വൈര്യജീവിതം നഷ്ടപ്പെട്ടിട്ട് നാളുകളേറെയായി. ഒരു ട്രെഞ്ച് കൊണ്ടുപോലും അതിരിട്ടിട്ടില്ലാത്ത ഈ ഗ്രാമങ്ങളിൽ ഭയം പുതച്ചുറങ്ങുന്ന മനുഷ്യരെ ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.